ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു വാട്ട് ഇറ്റിനേഡ് എടുത്താലെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഒരു വാട്ട് ഇറ്റിനേഡിലെ ഡേയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ മോർണിംഗ് എഴുന്നേറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ദിസ് ഇസ് മൈ പീരീഡ് സെക്കൻഡ് ഡേ. സോ പെയിനൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ വരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് കഴിച്ചത് ഇഡ്ഡലി, സാമ്പാർ ആൻഡ് തലേന്നത്തെ മീൻ ചാറ്. അതേ മീനിൻ്റെ ഉച്ചയായപ്പോഴത്തേക്കിന് ഞങ്ങളൊരു 3 o'clock ഞങ്ങൾ ലഞ്ച് കഴിക്കുമ്പം അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് വെച്ച ആ തലേന്നത്തെ മീൻ കറിയുടെ ആ ചട്ടിയിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ചോറെടുത്ത് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറെടുത്തിട്ടു, മീനൊക്കെ വറുത്തു, പിന്നെ സാമ്പാറും. ഇത് 3ഉം കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ മോനെ, നമ്മൾ ആ ചട്ടിയിലുള്ള അരപ്പെല്ലാം എടുത്ത്, ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം, ഇത് അത്ര അടിപൊളി ടേസ്റ്റാണ് ഗേസ്, ഒരു രക്ഷയില്ല. ഞങ്ങളങ്ങനെ അതെടുത്ത് റൂമിൽ സമാധാനമായിട്ട് കഴിച്ചു. ദ തിങ് ഈസ്, ചോറ് ഇച്ചിരി കൂടുതലായിരുന്നു എങ്കിലും ഞങ്ങളത് കഴിച്ചു, ഞങ്ങൾ വേസ്റ്റ് ചെയ്തില്ല. കാരണം അതിന് അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു ഗേസ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാരും മലയാളീസ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ട്രൈ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക ഗൈസ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ക്രേവിങ്സ് ആയിട്ട് ഞാൻ ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്ക് കുടിച്ചു, നിസ്സി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കുടിച്ചു. അത് അത്യാവശ്യം, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഒട്ടും കൊള്ളത്തുണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു സിറപ്പ് കുടിക്കുന്നില്ലായിരുന്നു. ബട്ട് ബട്ടർ സ്കോച്ച് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് പൊറോട്ടയും എഗ്ഗും സാമ്പാറും കൂട്ടി കഴിച്ച് കിടന്നുറങ്ങി ഗൈസ്.